ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. ഇപ്പോൾ നിഫ്റ്റിയിൽ കോൾ ഓപ്ഷനിൽ ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു റേഞ്ച്, അതായത് 24,640 റേഞ്ചിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ അവിടെ ഒരു IDX ഉണ്ട്. IDX ടാപ്പ് ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റിൽ നോക്കിയിട്ട് അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കാവുന്നതാണ്. നല്ലൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. കറക്റ്റ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24,639.8 ആ ഒരു IDX ഉള്ളത്. സോ മാർക്കറ്റ് അവിടെ നിന്ന് കുറച്ചും കൂടെ താഴേക്കുന്നത് അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റിൽ നോക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി വരികയാണെങ്കിൽ മേലേക്ക് എടുക്കാം. ഇത് ശരിക്കും 1 മിനിറ്റിലുള്ള IDX അല്ല, ഒരു 5 മിനിറ്റ് IDX ആണ്. 5 മിനിറ്റിൻ്റെ ഇത് നോക്കിയാൽ മനസ്സിലാവും. സോ 5 മിനിറ്റ് IDX ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രോബിലിറ്റി കൂടും. ഒരു ഹയർ ടൈം ഫ്രെയിം IDX ആയതുകൊണ്ട് അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ലോവർ ടൈം ഫ്രെയിമിൽ നോക്കി നല്ലൊരു ട്രേഡ് എടുക്കാം. 50 മിനിറ്റിൽ പ്രത്യേകിച്ചൊന്നും ഫോം ആയില്ല. ഫോം ആവാൻ മാത്രം ആയില്ല. ആകെ 3 ക്യാൻഡിൽസ് ഫോം ആയിട്ടുള്ളൂ. ഫോം ആവുന്നുള്ളൂ. സോ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ആ ലെവൽ എന്തായാലും ടാപ്പ് ചെയ്യണം. ലെവൽ ടാപ്പ് ചെയ്താലേ അപ്പ് സൈഡിലേക്ക് എൻട്രി ഉണ്ടാവുള്ളൂ. അവിടെ ചാർട്ടും കാര്യങ്ങളൊക്കെ ഫുള്ള് റെഡിയാണ്. പുട്ട് ഓപ്ഷൻ്റെ ഇതും കോൾ ഓപ്ഷൻ്റെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ്റെ ജസ്റ്റ് മൊമെൻ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. താഴേക്ക് പ്രത്യേകിച്ച് മൊമെൻ്റ് ഒന്നും കാണാനില്ല. പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട് ബെയറിഷാണ്. അതിപ്പം നിഫ്റ്റിൻ്റെ ചാർട്ട് ബുള്ളിഷ് ആവാനാണ് ചാൻസ് എന്നുള്ളൊരു സംഭവമാണത്. പിന്നെ അതിൻ്റെ കൂടെ കോൾ ഓപ്ഷൻ്റെ ചാർട്ടിൽ നല്ല മൊമെൻ്റ് ഉണ്ട്. ഈ ക്യാൻഡിലൊക്കെ കണ്ടില്ല. ഈ ക്യാൻഡിൽ ഇതിലെത്ര സ്പോട്ടിൽ അത്ര പോയില്ല, പക്ഷേ പ്രീമിയത്തിൽ ഹെവി ആയിട്ട് മേലെ കയറിയിട്ടുണ്ട്. ഈ ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രീമിയത്തിൽ, പക്ഷേ സ്പോട്ടിൽ ബ്രേക്ക് ചെയ്തില്ല. നല്ല ഹ്യൂജ് മൊമെൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കോൾ ഓപ്ഷനിൽ മൊമെൻ്റം കൂടുതലുള്ളത് കൊണ്ടും പുട്ട് ഓപ്ഷനിൽ മൊമെൻ്റം കുറവായതിനാലും മാർക്കറ്റ് മേലേക്ക് പോകാനായിരിക്കാം ചാൻസ്. അതുകൊണ്ട് നമ്മൾ താഴെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് നമ്മളെ സെറ്റപ്പ് പ്രകാരമുള്ളൊരു ട്രേഡ് വരുമ്പോൾ നമുക്ക് എടുക്കാം. അതിന് 24,600 ആണ് കറക്റ്റ് സ്ട്രൈക്ക്. 24,600 വരുമ്പം ഏകദേശം ഈ റേഞ്ചിലേക്ക് വരും. അതായിരിക്കും ATM അല്ലെ സ്ലൈറ്റ്ലി ATM ആയിട്ടുള്ള സ്ട്രൈക്ക് വരുന്നത്. 24,650 ആയിരിക്കും ചിലപ്പം ATM ആയിട്ടുള്ളത്. 600 വരുമ്പോൾ സ്ലൈറ്റ്ലി ATM ആയിരിക്കും. കുഴപ്പമില്ല, നമുക്ക് 600 സെലക്ട് ചെയ്യാം. 600ൽ ബൈ കൊടുക്കാം. 390 ക്വാണ്ടിറ്റി, കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്, മാർക്കറ്റ് ഓർഡർ വിൻഡോ ഒക്കെ അവിടെ റെഡി വെച്ചിട്ടുണ്ട്. അവിടെ ടാപ്പ് ചെയ്തില്ല, ടാപ്പ് ചെയ്യാൻ വരുന്നേ ഉള്ളൂ. ടാപ്പ് ചെയ്താൽ ഡയറക്റ്റ് ആ ലെവൽ ടാപ്പ് ചെയ്താൽ വേണമെങ്കിൽ ഡയറക്റ്റ് തന്നെ ഒരു എൻട്രി നോക്കാം. 5 മിനിറ്റ് IDX ആയതുകൊണ്ട് തന്നെ 2 രീതിക്ക് 2 ട്രേഡ് അവിടെ നിന്ന് വേണമെങ്കിൽ കൺസിഡർ 2 സെറ്റപ്പ് ഉണ്ട്. 2 രീതിക്കും വേണമെങ്കിൽ അവിടെ നിന്ന് കൺസിഡർ ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ടാപ്പ് ചെയ്യുമ്പം വേണമെങ്കിൽ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഡയറക്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ടാപ്പ് ചെയ്തില്ല, തൊട്ടടുത്ത് അവിടെ ടാപ്പ് ചെയ്താൽ ഡയറക്റ്റ് എടുക്കാം. കോൾ ഓപ്ഷൻ്റെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള മൊമെൻ്റ് കാണുന്നുണ്ട്. പ്രോബബിലിറ്റി അത്യാവശ്യം കൂടുതലാണ്. ടാർഗറ്റ് നമുക്ക് ഡേ ഹൈ വെക്കാം. അതിൻ്റെ തൊട്ടടിയിൽ ചെറിയൊരു സിഗ്നലുണ്ട്, പക്ഷേ എന്നാലും പ്രശ്നമില്ല. നമുക്ക് ഡേ ഹൈ വെക്കാം. ടാപ്പ് ചെയ്ത് അവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രേഡ് എടുക്കാം. ഫ്ലാറ്റ് ട്രേഡിൽ പോയി ബൈ കൊടുക്കാം. എൻ്റെ അമ്മ എത്ര ഓർഡറാണ്! ഓരോ ലോട്ട് ഓരോ ഓർഡർ ആയിട്ടൊക്കെ SL വന്ന്, അതുകൊണ്ട് ഒരുപാട് ഓർഡർ ഉണ്ട്. അതെന്തെങ്കിലും എന്തായാലും 243.9 നമ്മളെ ട്രേഡ് വന്നത്. 243.9 എന്ന് പറയുമ്പോൾ 244 കൊണ്ടുവച്ചാൽ മതി. 0.98 ആണല്ലോ. ഇപ്പോൾ 243.89 244 വെക്കാം. 244 വെച്ചിട്ടുണ്ട്. ഇനി ടാർഗറ്റ് 30 പോയിൻ്റ് ആയാലായിരിക്കും 1:5 ആവുക. പിന്നെ SL ആസ് യൂഷ്വൽ 6 പോയിൻ്റ് തന്നെ. 6.5 അവിടെ കിടക്കട്ടെ. സോ ഇതിലിപ്പോൾ ലേശൊരു മേലേക്കാണ് നമുക്ക് പ്രീമിയം കിട്ടുക. ആ ടിപ്പിലൊന്നല്ല കിട്ടിയത്. കുറച്ച് ആ ഒരു ക്യാൻഡിൽ കുറച്ചൊരു മൊമെൻ്റ് വന്നുണ്ട്. പക്ഷെ പ്രശ്നമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല എൻട്രിയാണ്. 5 മിനിറ്റ് IDX ഹയർ ടൈം ഫ്രെയിം IDX നോക്കിയിട്ടുള്ള ട്രേഡാണ്. ചിലപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് തന്നെ മേലേക്ക് വളരെ പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ട്രേഡ് ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ കൺസിഡർ ചെയ്തത്. ഇനി അവിടുന്ന് SLൻ്റെ അടുത്ത് വരുന്നുണ്ട്. SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിലുള്ള ഫോർമേഷൻ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു എൻട്രി നോക്കാം. 2 ട്രേഡ് ഈ ഒരു ലെവലിൽ നിന്ന് സ്ട്രാറ്റജി പ്രകാരം പ്രോപ്പറായിട്ടുള്ളതുണ്ട്. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. ബാക്കി ഇത് എന്താണെന്നുള്ളത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം. ആ ട്രേഡ് ഇവിടെ SL അടിച്ചിട്ടുണ്ട്. ഇവിടെ കാണാം ഫ്ലാറ്റ് ട്രേഡിൽ 2346.5 നമുക്ക് ലോസ് വന്നത്. രണ്ടിൻ്റെ ടൈം കാണാം 54, 56, 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ള ട്രേഡ് നമുക്ക് SL അടിച്ചു. വളരെ പെട്ടെന്ന് അടിച്ചു. അത് ഡയറക്റ്റ് അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡാണ്. ഇനി 5 മിനിറ്റ് IDX ഡയറക്റ്റ് ടാപ്പ് ചെയ്യപ്പെടുത്തതാണ്. ഇനി കുറച്ചും കൂടെ താഴേക്ക് കുറച്ചുകൂടെ താഴേക്ക് വരട്ടെ. അങ്ങനെ വരുന്ന സമയത്ത് ഒരു എൻട്രിയും കൂടെ നമുക്ക് ഇതായിരുന്നു
കിട്ടുമോ എന്നുള്ളത് അറിയില്ല. പ്രോപ്പർ എൻട്രി സെറ്റ് വരികയാണെങ്കിൽ ഒന്നും കൂടെ നോക്കാം. അത് ഇതേ സ്ട്രൈക്കിൽ തന്നെ എടുത്താൽ മതി. 24,600 സെയിം സ്ട്രൈക്ക് തന്നെ സെലക്ട് ചെയ്താൽ മതി. സ്ട്രൈക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എസ് എൽ അടിക്കുമ്പം തന്നെ അടുത്ത് വേറെ ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഇതുള്ള കാര്യമാണ്, കുറച്ച് പ്രയാസമാണ്. മീൻസ് ഒരു എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ ചെയ്യും. ഒന്ന്, എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ചിലപ്പോൾ ഇതാക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് ഒരു ട്രേഡും കൂടെ എടുക്കും. മീൻസ് എസ് എൽ അടിച്ചിട്ട് അത് താങ്ങാൻ ഇമോഷണലി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതാകുമ്പോൾ അതെങ്ങനെയെങ്കിലും പ്രോഫിറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ഒരു ട്രേഡോട് എടുക്കും. അങ്ങനെ ഒരിക്കലും എടുക്കരുത്. പക്ഷേ നമ്മൾ എസ് എൽ അടിച്ച ഉടനെ തന്നെ അടുത്തൊരു പ്രോപ്പർ എൻട്രി വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാനും നിൽക്കരുത്. പിന്നെ ഇപ്പോൾ എസ് എൽ അടിച്ചിട്ടല്ലേ ഉള്ളൂ, അത് നോക്കിയിട്ട് എടുക്കുക, വേണമെങ്കിൽ എടുത്താൽ മതി, അങ്ങനെയൊന്നും ചിന്തിക്കാനും നിൽക്കരുത്. എസ് എൽ അടിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നമ്മളെ പ്രോപ്പർ എൻട്രി സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അതെടുക്കണം. ഒരു എസ് എൽ അടിച്ച് അപ്പം തന്നെയാണ് അടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രോപ്പർ എൻട്രി സെറ്റപ്പ് ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എസ് എൽ അടിച്ചോ ടാർഗറ്റ് അടിച്ചോ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഉടനെ തന്നെ എടുക്കണം. എന്തായാലും ഇവിടുന്ന് കിട്ടുമെന്ന് ഈ ഒരു നിൽപ്പിൽ നേരെ മേലെ കയറി പോവുകയാണെങ്കിൽ നമുക്ക് എൻട്രി കിട്ടില്ല. കുറച്ചും കൂടെ ഒന്ന് താഴേക്ക് വന്നിട്ട് 2-3 ക്യാൻഡിലൂടെ താഴേക്ക് വന്നിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി നോക്കിയിട്ട് എടുക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് താഴേക്ക് വരുന്നുണ്ട്. നമുക്ക് ഓർഡർ വിൻഡോ ഒക്കെ റെഡിയാക്കി വെക്കാം. നേരത്തെ എടുത്ത സെയിം സ്ട്രൈക്ക് തന്നെയാണ്. 600 കോൾ ഓപ്ഷൻ, 390 ക്വാണ്ടിറ്റി, കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്, മാർക്കറ്റ് ഓർഡർ. അപ്പോൾ ഓർഡർ വിൻഡോ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആ ക്യാൻഡിലിൻ്റെ ലോ ടാപ്പ് ചെയ്ത് നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, സോ ഇതും ഒരുപാട് ഓർഡർ ആയിട്ട് വന്നതുകൊണ്ട്, പക്ഷെ നേരത്തെ അത്ര ഇല്ലാതുകൊണ്ട് എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ട്. 233.34 നമുക്ക് എൻട്രി വന്നത്. 231.33 ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി വന്നത്. 233.4 എസ് എൽ കറക്റ്റ് വന്നിട്ടുണ്ട് 6 പോയിൻറ്റിൽ. സോ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതും അത്യാവശ്യം മേലേക്കാണ് നമുക്ക് എൻട്രി കിട്ടിയത്. ഇതിൽ നിഫ്റ്റിൻ്റെ ചാർട്ടിൽ ആ ലോ ടാപ്പ് ഇപ്പോൾ എടുത്തതാണ്, പക്ഷേ ബട്ട് സ്റ്റിൽ നമുക്ക് എൻട്രി കിട്ടിയത് കുറച്ചൊന്ന് മേലേക്കാണ്. ചെറിയൊരു മൊമെൻ്റ് വന്നു പോയിട്ടുണ്ട്. എന്നാലും സാറില്ല, 6 പോയിൻ്റ് പറഞ്ഞാൽ അതുവരെ ഉണ്ടാക്കിയ അതിൻ്റെ തൊട്ട് മുന്നത്തെ ക്യാൻഡിലിൻ്റെ ലോൻ്റെയും താഴെയാണ് നമ്മൾ എസ് എൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൽ ടാർഗറ്റ് നമ്മൾ ഈ ഒരു ലെവൽ വെക്കുന്നത്, അവിടേക്ക് തന്നെ അത്യാവശ്യം പോയിൻ്റ് ഉണ്ട്, 65 പോയിൻറ്റോളം ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല, ഡേ ഹൈ വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടാർഗറ്റ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് 1:5 ഒക്കെ ഈസിയായിട്ട് കിട്ടാനാണ് ചാൻസ്. ഇനി അഥവാ അതിൽ കുറയാണെങ്കിലും കുഴപ്പമില്ല, അതിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. ഒരു 20-25 പോയിൻ്റൊക്കെ ആണെങ്കിലും അതിൽ എക്സിറ്റ് ചെയ്യും. ആ ഒരു ലെവൽ ടാപ്പ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ട്രേഡ് ഏകദേശം വരുന്നുണ്ട്, ചെറിയൊരു മൊമെൻ്റൊക്കെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളത്. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ട്രേഡും ഇവിടെ സെല്ലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പം അടിച്ചു. ഓക്കെ, രണ്ടാമത്തെ ട്രേഡും എസ് എൽ അടിച്ചിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 4819.75 ലോസ് വന്നത്. 2 ട്രേഡ് എടുത്ത് 2 എസ് എൽ അടിച്ചിട്ട് വന്ന ലോസാണ്. ഓൾമോസ്റ്റ് 5,000 റുപ്പീസിൻ്റെ അടുത്ത് നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് എന്തായാലും എൻട്രി എടുക്കുന്നില്ല. 5 മിനിറ്റ് ഐഡിയക്സ് എന്നുള്ള 2 പ്രോപ്പറായിട്ടുള്ള എൻട്രി വന്ന് 2 നമ്മൾ എടുത്തിട്ടുണ്ട്. 2 എസ് എൽ അടിച്ചിട്ടുണ്ട്. ഇനി ഒരു എൻട്രി വേണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി അധികം ടാപ്പ് ചെയ്യണം. അതല്ലാണ്ടെങ്കിൽ 1 മിനിറ്റ് നോക്കിയിട്ട് എടുക്കും. പക്ഷേ 1 മിനിറ്റ് നോക്കിയിട്ട് എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ഒരു ഹയർ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഹയർ റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയാണെങ്കിലൊക്കെ 1 മിനിറ്റ് നോക്കിയിട്ടൊക്കെ എടുക്കുള്ളൂ. ഇതിപ്പോൾ ഇനി ഒരു ഹയർ ടൈം ഫ്രെയിം ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് നോക്കാം. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് വരുന്നുണ്ട്. പുട്ട് ഓപ്ഷനിൽ 24,700 ഈ റേഞ്ചിലാണ് ട്രേഡ് ഉള്ളത്. സോ നമുക്ക് 24,650 സെലക്ട് ചെയ്യാം. 650 ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. 24,650 പുട്ട് ഓപ്ഷൻ്റെ ചാർട്ട്. ഓക്കെ, ആ ചാർട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ അതേപോലെ ഫ്ലാറ്റ് ട്രേഡിൽ ഓർഡർ വിൻഡോ റെഡിയാക്കി വെക്കാം. ലിക്വിഡിറ്റി ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എൻട്രി വരാനുള്ളൂ. എൻട്രി വരുമ്പം നമുക്ക് ഡയറക്റ്റ് എടുക്കാം. 24,650 പുട്ട് ഓപ്ഷൻ അത് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ കിട്ടും. അതിൽ 390 ക്വാണ്ടിറ്റി, ബാക്കിയൊക്കെ ആസ് യൂഷ്വൽ. കവർ ഓർഡർ 6 പോയിൻ്റ് എസ് എൽ, മാർക്കറ്റ് ഓർഡർ ഒക്കെ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ എൻട്രിക്ക് വേണ്ടിയിട്ട്. മാർക്കറ്റ് ഒന്നും കൂടെ ഒന്ന് മേലേക്ക് കയറി വരട്ടെ. ഇതിൽ ഇപ്പോൾ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6 പോയിൻ്റ് എസ് എൽ എന്ന് പറഞ്ഞാൽ ഏകദേശം
ഈ ഒരു റേഞ്ചിൽ ഒരു 6 NSL കുഴപ്പമില്ല. ഒരു ക്യാൻഡലിൻ്റെ അത്രയൊക്കെ ഉണ്ട്, ഒരു ക്യാൻഡലിനെക്കാട്ടൊക്കെ കൂടുതലായിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി 30 പോയിൻ്റ് ടാർഗറ്റും വളരെ ഇതാണ്, ഒരു റീസണബിൾ ആയിട്ടുള്ള ടാർഗറ്റാണ്. 30 പോയിൻ്റൊക്കെ സുഖമായിട്ട് അടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടാർഗറ്റ് കിടക്കുന്നത്. ക്യാൻഡിൽസിൻ്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ പ്രീമിയം ഒക്കെ മൊത്തത്തിലൊന്ന് സെറ്റിലായിട്ടുണ്ട്. കുറച്ച് മുന്നേ എക്സ്പയറി ഡേ കഴിഞ്ഞന്ന് 300 ഉണ്ടായിരുന്നു പ്രീമിയം. അത്യാവശ്യം ഒന്ന് കുറഞ്ഞ് സ്റ്റേബിളായിട്ടുണ്ട്. സോ നമുക്ക് മേലേക്ക് വരുന്നുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ഒരു ലെവലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. അവിടെ ടാപ്പ് ചെയ്തില്ല. കുറച്ചും കൂടെ ഒന്ന് മേലേക്ക് വന്നാൽ അത് ടാപ്പ് ചെയ്യും. പക്ഷെ അത് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ എടുക്കില്ല. അതിൽ നിന്ന് കുറച്ചും കൂടെ മേലേക്ക് വന്നിട്ട് ആ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ലെവലിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് മേലേക്ക് കയറി വരട്ടെ. ആ ഒരു സ്വിങ് ഹൈയും കൂടെ ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. കുറച്ചും കൂടെ ഒരു പൊടിക്കൂടെ കയറാനുള്ളൂ. ഓക്കെ, ആ ഒരു ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഇതും ഒരുപാട് ഓർഡറൊക്കെ ആയിട്ടാണല്ലോ വന്നത്. ഓക്കെ, ആ ട്രേഡിൽ നമ്മൾ ആവറേജ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 205.37 ആണ്. 205.37 അത് അത്യാവശ്യം ടിപ്പിലാണ് അതുകൊണ്ട് കിട്ടിയത്. 205.37 എന്ന് പറയുമ്പോൾ 4 വെക്കാം. ഓക്കെ, അത് അത്യാവശ്യം ടിപ്പിലാണ് കിട്ടിയത്. നേരത്തെ നമ്മളെടുത്ത 2 ട്രേഡും ടിപ്പിലല്ലെങ്കിൽ കുറച്ചൊരു മൊമെൻറ്റം വന്നുകൊണ്ട് നമ്മൾ എൻട്രി എടുക്കുമ്പോഴേക്ക്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കറക്റ്റ് ആ ടിപ്പിൽ തന്നെയാണ് കിട്ടിയത്. ഇനിയിപ്പോൾ SL ടാർഗറ്റിലേക്ക് പോകുന്നുള്ളൂ എന്നറിയില്ല. ചിലപ്പം ഇവിടുന്ന് കുത്തനെ താഴേക്ക് പോയിട്ട് SL അടിക്കാം, അല്ല കുത്തനെ മേലെ പോയിട്ട് SL അടിക്കാം. പക്ഷേ എൻട്രി കിട്ടിയ എന്തായാലും ടിപ്പിലാണ്. ഇനി ഇവിടുന്ന് ടാർഗറ്റിലേക്കുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി വന്നത് ഈ ഏരിയയിലാണ്. ടാർഗറ്റ് ശരിക്ക് 2 ടാർഗറ്റ് ഏരിയ ഉണ്ട്. ഒരു ടാർഗറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്, തൊട്ടടുത്തുള്ളൊരു സിംഗിലും. അവിടേക്ക് തന്നെ 54 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ വലിയ പ്രശ്നമില്ല, അതന്നെ നമുക്ക് ടാർഗറ്റ് വെച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഡേലോ ആണ്, ഈ ഒരു റേഞ്ചാണ്. അത് വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തൊട്ടടുത്തുള്ള ലിക്വിഡ് ചേഞ്ച് തന്നെ മതി. ഓൾറെഡി 54 പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് പിന്നെ അടിയിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആ 54 പോയിൻറ്റ്സ് ഉള്ള റേഞ്ച് എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ലൊരു ലിക്വിഡ് ചേഞ്ചിങ് കൂടെ ആണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് ആ ലെവൽ തന്നെ ടാർഗറ്റായിട്ട് വെക്കാം. 54 പോയിൻറ്റ്സ് എത്തുന്ന സമയത്ത് എത്രയാണ് പ്രീമിയം കിട്ടുന്നത് അതിൽ എക്സിറ്റ് ചെയ്യാം. സോ നമ്മുടെ ട്രേഡ് ആ റേഞ്ചിൽ തന്നെ നിന്ന് കളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ SL അടിക്കുക അറിയില്ല. സമയം 11:45 11:45 പറഞ്ഞാൽ ഇനി ഒരുപാട് സമയമുണ്ട്. 3 മണി വരെ ടൈം ഉണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഇതിപ്പോൾ SL അടിച്ചാലും ഇനിയും ട്രേഡ് എടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ട്രേഡ് ഇപ്പോഴും ബ്രേക്ക് ഈവൻ തന്നെയാണ്, പ്രോഫിറ്റിലേക്ക് കയറിയിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് ബാക്കി ഇനി അങ്ങോട്ട് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കി നോക്കാം. ട്രേഡ് ടാർഗറ്റ് അടിക്കോ SL അടിക്കോ എന്താണെന്നുള്ളതൊക്കെ. നമ്മുടെ ട്രേഡ് ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. സ്പോട്ട് ചാർട്ടിലും അതേപോലെ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ 1:5 അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കാണാം സ്പോട്ട് ചാർട്ടിൽ അതിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്, പ്രീമിയത്തിലും അവിടെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടിക്കും സ്പോട്ട് ചാർട്ടിൽ അടിച്ചിട്ടുണ്ട്, നമുക്ക് എക്സിറ്റ് ചെയ്യാം. സോ ആ ട്രേഡ് ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അതിൽ പൊസിഷൻസ് നോക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഓവറോൾ ഒരു 6,600 ആണ് പ്രോഫിറ്റ് കിട്ടിയത്. ഈ ട്രേഡിൽ മാത്രമായിട്ട് 11,000 കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് 1:5. അതിൻ്റെ എക്സിറ്റ് ആയ പ്രൈസ് നോക്കുകയാണെങ്കിൽ സെല്ലായത് 234.77. 234 പറയുമ്പം ഇതിപ്പോൾ 235 ആണ്. അതിനെക്കാട്ടും ഒരു പൊടിക്ക് താഴെ 234. ഓക്കെ, 234.7, 234.5. ഈ റേഞ്ച് തന്നെ 234.7 ഇവിടെ. അപ്പോൾ ഒരു 29 പോയിൻറ്റ്സ് അല്ല 30 പോയിൻറ്റ്സിൻ്റെ ഒരു പൊടിക്ക് കുറവ്, അത്രയാണ് നമുക്ക് കിട്ടിയത്. കറക്റ്റ് 1:5 ട്രേഡാണ്. 1:5 നമ്മൾ ഈ ട്രേഡിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതാ പോകണം, എന്താ കഥ അല്ലേ. ഇതാണ് മാർക്കറ്റിൻ്റെ കുഴപ്പം. നമ്മൾ എക്സിറ്റ് ചെയ്ത ആ പോയിന്റിൽ നിന്നാണ് കുത്തനായിട്ട് പോകുന്നത്. ഡേലോൻ്റെ നമ്മൾ രണ്ടാമത് ടാർഗറ്റ് വെക്കാനാണ് ഡേലോൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അത് അടിച്ചില്ല, തൊട്ടടുത്ത് എത്തിയിട്ടുള്ളൂ, അടിച്ചില്ല.
ഓക്കെ, ഇനിയിപ്പോൾ അടിച്ചാലും അടിച്ചില്ലെങ്കിൽ എന്തായാലും നമുക്ക് വിഷയമില്ല. ഇനിയിപ്പോൾ അവിടെ ടാർഗറ്റ് വെക്കാൻ അങ്ങനെയുള്ള ചിന്തകളെ നമുക്ക് വരുമല്ലോ, ബിക്കോസ് വി ആർ എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ മൂന്നാമത്തെ ട്രേഡും കഴിഞ്ഞു. ഇനിയിപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റി വരുമെന്നുള്ള അറിയില്ല. ടോട്ടൽ നമുക്കൊരു 6,600 പ്രോഫിറ്റ് കിട്ടി. ടാർഗറ്റ് അടിച്ചാൽ 11,500 നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് 1:5 അടിച്ചുകൊണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ട്രേഡ് 54 56 2 മിനിറ്റ് കൊണ്ട് SL അടിച്ച്. സെക്കൻഡ് ട്രേഡ് 59 12 3 മിനിറ്റ് കൊണ്ട് SL അടിച്ച്. മൂന്നാമത്തെ ട്രേഡ് 11:41 എടുത്തിട്ട് 12:27 ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഓൾമോസ്റ്റ് ഒരു 3/4 മണിക്കൂറോളം ഉണ്ടായി. മൂന്നാമത്തെ ട്രേഡ് ഒരു 45 മിനിറ്റ്സ് 3/4 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് 11,000 പ്രോഫിറ്റ് അടിച്ചത്. സോ ഓവറോൾ എന്തായാലും 6,600 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പം നിലവിൽ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് കൊടുത്തുള്ള എൻട്രീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ട്രേഡ് വേണമെങ്കിൽ പുതിയ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യണം. ഒന്നെങ്കിൽ ഡേയിലോ ടാപ്പ് ചെയ്യണമെങ്കിൽ മേലേക്ക് നോക്കാം. പക്ഷേ അപ്സൈഡിലേക്ക് ഇനി ഞാൻ ട്രേഡ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ടിപ്പ് എന്നാണ് നമുക്ക് എൻട്രി ഇട്ടത്. ഈ ഒരു ടിപ്പ് നിന്ന് എൻട്രി കിട്ടി അവിടുന്ന് കുത്തനെ മേലേക്ക് കയറി പോവുകയും ചെയ്ത്. ലിക്വിഡിറ്റി കൺസെപ്റ്റിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ടിപ്പ് എന്നൊക്കെ കിട്ടുന്നത്. അതല്ല നോർമൽ കൺസെപ്റ്റിലാണെങ്കിൽ ഇത് അപ്പോൾ ഇവിടെയൊക്കെ ഒരു ബ്രേക്ക് ഔട്ടിൽ എവിടെയെങ്കിലൊക്കെ പകുതിക്കുന്നതൊക്കെ നമുക്ക് എൻട്രി കിട്ടുക. പക്ഷേ ലിക്വിഡിറ്റി കൺസെപ്റ്റ് എടുക്കുമ്പോൾ അങ്ങനെ കുത്തനെ നല്ലൊരു ഫാള് വന്നിട്ട് ആ ടിപ്പ് സ്റ്റേറ്റ് അവിടെ നിന്ന് ഈ ടിപ്പ് എടുത്തിട്ട് ടാർഗറ്റ് വെക്കാം. അങ്ങനെ വെക്കുമ്പോൾ ചെറിയ SL വെക്കാം. ഈ ഒരു ചെറിയ 6 പോയിൻ്റ് SL വെക്കാം, വലിയ ടാർഗറ്റ് വെക്കാം. അപ്പോൾ ലിക്വിഡിറ്റി കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പോൾ കുറേ ട്രേഡൊക്കെ അടുപ്പിച്ച് SL അടിച്ചെന്നൊക്കെ വരും. അതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും, ബെയർ ചെയ്യേണ്ടി വരും. അതൊക്കെ അക്സെപ്റ്റ് ചെയ്താൽ ഇങ്ങനെ കിട്ടുള്ളൂ. നമ്മൾ ഡയലോൺ ടാപ്പ് ചെയ്തില്ല, ഡയലോന് തൊട്ടടുത്ത് വരെ പോയിട്ട് തിരിച്ച് വരികയാണ്. നമ്മൾ വെച്ച ടാർഗറ്റും അത്യാവശ്യം പെർഫെക്റ്റ് ടാർഗറ്റ് തന്നെയുണ്ട്. ആ ടാർഗറ്റ് അടിച്ചിട്ട് നമ്മൾ ഡയലോ വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പം എക്സിറ്റ് ചെയ്യാണ്ട് വെയിറ്റ് ചെയ്തിരിക്കണേ. അതെന്തായിക്കോട്ടെ, ഇനി ടാപ്പ് ചെയ്യാതൊക്കെ എന്താവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പുതിയൊരു ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യണം. അതും ലിക്വിഡിറ്റി അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യണം. അപ്സൈഡിൽ ഈ ഒരു റേഞ്ചിലേക്കാണ് ലിക്വിഡിറ്റി ഇവിടെ അല്ല, സോറി, ഇവിടെയാണുള്ളത് 24,654.55. സോ അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴേക്ക് വേണമെങ്കിൽ ഒരു എൻട്രി നോക്കാം. എന്നിട്ട് ഡേലോ ഒക്കെ വേണമെങ്കിൽ ടാർഗറ്റ് വെക്കാം. അതിൻ്റെ ഇടയിൽ പുതിയ ലിക്വിഡിറ്റി ഒന്നും ക്രിയേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയലോ ടാർഗറ്റ് വെച്ചിട്ട് പുതിയൊരു ട്രേഡ് എടുക്കാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ഇനി എൻട്രി എടുക്കുകയാണെങ്കിലും പുട്ട് ഓപ്ഷനിലേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, കോൾ ഓപ്ഷനിൽ എൻട്രി നോക്കുന്നില്ല. കോൾ ഓപ്ഷനിൽ ഓൾറെഡി നമ്മൾ 2 എടുത്ത് 2 SL അടിച്ച്. ഓവറോൾ മാർക്കറ്റ് അത്യാവശ്യം ബെയറിഷുമാണ്. പുട്ട് ഓപ്ഷൻ നമ്മളെടുത്ത് പ്രോഫിറ്റ് അടിച്ച് മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് അപ്സൈഡില്ലാതെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. ഇന്ന് വേറെ ട്രേഡൊന്നും ഇല്ലേന്, രാവിലെ എടുത്ത 3 ട്രേഡ് മാത്രമേ ഉള്ളൂ. ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞതാണ്, എൻ്റെ ഓർഡേഴ്സൊക്കെ കാണാം. അതിനുശേഷം നമ്മളൊരു ലിക്വിഡിറ്റി ഏരിയ മാർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്സൈഡിലേക്ക് എന്തായാലും എൻട്രി കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡൗൺ സൈഡിലേക്ക് നോക്കുന്നുള്ളൂ പറഞ്ഞു. പക്ഷേ ഡൗൺ സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ ഇതാണ് 24,654.55. അത് ടാപ്പ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എൻട്രി ചെയ്യാൻ. പിന്നീട് അതിനുശേഷം ചെറിയ ലിക്വിഡിറ്റി ഏരിയസ് ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ. പക്ഷെ അതൊന്നും ടാപ്പ് ചെയ്യില്ല, അതൊന്നും ടാപ്പ് ചെയ്യാണ്ട് കുത്തിന് താഴേക്ക് വരിക ചെയ്ത്. നമ്മൾ വിചാരിച്ച മാതിരി തന്നെ മാർക്കറ്റ് ബെയറിഷ് ആയി താഴേക്ക് തന്നെ വന്ന് നമ്മൾ വിചാരിച്ച ഡയറക്ഷനിൽ തന്നെ. പക്ഷേ ഇതില്ലാത്തതുകൊണ്ട് നമ്മളെ ലിക്വിഡിറ്റി ഏരിയ ഒന്നും അപ്സൈഡ് പോയി ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് ഡൗൺ സൈഡിൽ എൻട്രി കൺസിഡർ ചെയ്യില്ല. പിന്നെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഡേലോ കുറേ കഴിഞ്ഞ ശേഷം ഇവിടെ നിന്നൊക്കെ ടാപ്പ് ചെയ്ത് പിന്നെ അതിന് ശേഷം വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. ബട്ട് അപ്സൈഡിലേക്ക് എൻട്രി കൺസിഡർ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇവിടെ നിന്ന് എൻട്രി എടുത്തില്ല, എൻട്രി നോക്കിയിട്ടുമില്ല. സോ ഇന്നത്തെ ട്രേഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടോട്ടൽ 3 ട്രേഡ്, 2 SL-ഉം 1 ടാർഗറ്റും. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ്. കാരണം 1:5 ആണ് റിസ്ക് റിവാർഡ്. ഇതിപ്പോൾ 2 SL അടിച്ച് 1 ടാർഗറ്റ് അടിച്ച് ഈ 2 SL-ന് വരെ ഒരു 3 SL അടിച്ചായിരിക്കാം, എന്നാലും കുഴപ്പമില്ല, പ്രോഫിറ്റിലേക്കും. ഇനി 4 SL അടിച്ചായിരിക്കാം, എന്നാലും ഞാൻ പ്രോഫിറ്റിലേക്കും. ഇനി 5 SL അടിച്ചായിരിക്കാം, അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്രേക്ക് ഈവണിലായിരിക്കും ഉണ്ടാവാം. അപ്പോൾ അതാണ് റിസ്ക് റിവാർഡ് ഇത്ര എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞത്. 11,400 പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ഇത്ര പ്രോഫിറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക, വലിയ പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. ലോസ് വരുത്തുമ്പോൾ എപ്പോഴും ചെറിയ ലോസ് വരുത്താൻ നോക്കുക. നല്ല രീതിക്കുള്ള റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഓവറോൾ നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് പോകാൻ കഴിയും. ഓക്കെ, നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ വരും. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മന്തിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കുറച്ച് ലോസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് റിവാർഡ് കുറച്ച് ചെറുതാണെങ്കിൽ നമുക്ക് ആ കോൺഫിഡൻസ് പോയിപ്പോൾ പിന്നീട് ആ മാസം ട്രേഡ് എടുക്കാനുള്ളത്. പക്ഷേ ഹ്യൂജ് റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ ഒരു 5, 6, 10 ട്രേഡ് അടുപ്പിച്ച് SL അടിച്ചാൽ നമുക്ക് വിഷയമില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ജസ്റ്റ് ഒരു 2, 3 ട്രേഡ് ടാർഗറ്റ് വെച്ചാൽ ഇതൊക്കെ എനിക്ക് റിക്കവർ ചെയ്യാന്നുള്ളത്. സോ റിസ്ക് റിവാർഡ് എപ്പോഴും കൂടുതലായിട്ട് വെക്കാം. ഇതിപ്പോൾ 2 ട്രേഡ് SL അടിച്ച് ഇനിയിപ്പോൾ ഒരു 3, 4 ട്രേഡും കൂടെ SL അടിച്ച് 4 ട്രേഡ് SL അടിച്ചിരിക്കാം. എന്നാലും എനിക്ക് കോൺഫിഡൻസോട് കൂടി കൂൾ ആൻഡ് കാമായിട്ട് അടുത്ത 5ാമത്തെ ട്രേഡ് എടുക്കാം. കാരണം എന്താ, 5ാമത്തെ ഒറ്റ ട്രേഡ് 1:5 ടാർഗറ്റ് അടിച്ചാൽ ഫസ്റ്റ് എടുത്ത് 4 SL-ഉം എനിക്ക് കവർ ചെയ്ത് പ്രോഫിറ്റിലെത്താൻ പറ്റും. സോ എപ്പോഴും റിസ്ക് റിവാർഡിന് അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.